PSC സ്വപ്നം കാണുന്ന ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ പരീക്ഷയാണ് ഇനി വരുന്ന LDC. 2026 അവസാനം നോട്ടിഫിക്കേഷൻ വന്ന് 2027 നടക്കാൻ പോകുന്ന എക്സാം. റിട്ടേണിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഏറ്റവും പുതിയ LDCയുടെ ലോങ് ടൈം ബാച്ച് അനൗൺസ് ചെയ്ത കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും എന്ന് കരുതുന്നു. നമ്മുടെ ആദ്യത്തെ പെയ്ഡ് ബാച്ച് LDC അൾട്ര 2027. അന്ന് മുതൽ നമ്മുടെ യൂട്യൂബ് ചാനലിലും ടെലിഗ്രാം ചാനലിലും ഒക്കെ ആയിട്ട് നിങ്ങൾ ഒരുപാട് പേർ കുറേ കൺസേണുകൾ പറയുന്നുണ്ട്. ആ കൺസേണുകളെ ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ബാച്ച് എങ്ങനെയാണ്, ആർക്കൊക്കെ പ്രയോജനപ്പെടും, അധ്യാപകർ, പരീക്ഷകൾ, ക്ലാസ്സുകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ പഠിക്കണം, ഇങ്ങനെ തുടങ്ങിയ അനവധി സംശയങ്ങൾ ഈ ബാച്ചിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുണ്ട് അല്ലേ? നിങ്ങളുടെ ഒക്കെ ആ ചോദ്യങ്ങളും സംശയങ്ങളും ഞാൻ ഒന്നുകൂടെ പറയും, കൂടെ റിട്ടേണിന്റെ ഉത്തരങ്ങളും. ഈ ബാച്ച് ആർക്കൊക്കെ പ്രയോജനപ്പെടും? വരാൻ പോകുന്ന LDCക്ക് വളരെ പ്രതീക്ഷയോടെ പഠിച്ചു തുടങ്ങിയവര്, PSCയിലേക്ക് ആദ്യമായി വരാൻ പോകുന്നവര്, ഏജ് റിലാക്സേഷൻ കിട്ടിയപ്പോൾ ഒരിക്കൽ കൂടി ഒരു അവസരം കിട്ടിയവര്, ഈ 3 കാറ്റഗറിയിലുള്ള ആളുകൾക്കും തീർച്ചയായും ഈ ബാച്ച് പ്രയോജനപ്പെടും. നമ്മൾ വളരെ സാവധാനം അടിസ്ഥാനം ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ബാച്ചാണ് ഇത്. നിങ്ങൾക്ക് തീർച്ചയായും ഫോളോ ചെയ്യാൻ പറ്റും, ധൈര്യമായി ചോദിച്ചു. ഈ ബാച്ചിൽ LDCയുടെ സിലബസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? വരാൻ പോകുന്ന 10 മാസം കൊണ്ട് എന്താണോ LDCയുടെ സിലബസ്, അത് ഏറ്റവും വൃത്തിയായി ഭംഗിയായി നമ്മൾ കവർ ചെയ്യും. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, ഇനി വരുന്ന 10 മാസം കൊണ്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. എന്നിട്ട് പിന്നീടുള്ള 2 മാസം കൃത്യമായ ഈ തീർത്ത സിലബസിന്റെ റിവിഷൻ ആയിരിക്കും നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കൃത്യം 12 മാസം കൊണ്ട്, 1 വർഷം കൊണ്ട് LDCയുടെ സിലബസിൽ എന്താണോ ഉള്ളത് അത് കൃത്യമായും നമ്മൾ പഠിച്ചു മാറിയിരിക്കും, കൃത്യമായും നമ്മൾ റിവിഷനും ചെയ്തിരിക്കും. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നാൻ പോകുന്ന സംശയം, ഇനി 1 വർഷം കഴിഞ്ഞിട്ടാണ് LDC എക്സാം നടക്കുന്നതെങ്കിൽ നമ്മൾ സിലബസും റിവിഷനും തീർക്കുമ്പോൾ ക്ലാസ് തീരുമോ, അല്ലെങ്കിൽ LDCയുടെ എക്സാം വരെ ഈ ക്ലാസ് കാണാൻ പറ്റത്തില്ലേ? കുഞ്ഞുങ്ങളെ, എന്നാണോ അടുത്ത വർഷം നടക്കാൻ പോകുന്ന LDCയുടെ ഫൈനൽ എക്സാം വരുന്നത്, അന്നുവരെ ഈ ബാച്ചിന്റെ വാലിഡിറ്റി ഉണ്ടാവും. അന്നുവരെ നിങ്ങൾക്ക് ഈ ക്ലാസ് കാണാൻ പറ്റിയിരിക്കും. ഇനിയും സംശയം തോന്നാം. എന്താന്ന് വെച്ചാൽ 1 വർഷം കൊണ്ട് നമ്മൾ ഈ ബാച്ചിന്റെ പരിപാടികളെല്ലാം തീർക്കുന്നു. ഇൻ കേസ് LDC എക്സാം എങ്ങാനും നീണ്ടുപോയാൽ പിന്നെ ഇതിലൊന്നും ഈ കോഴ്സിൽ വരില്ലേ? അങ്ങനെയല്ല. ഇൻ കേസ് LDC എക്സാം നീണ്ടുപോയാലും എന്നാണോ LDC എക്സാം നടക്കുക അന്നുവരെയും വീണ്ടും നിങ്ങളെ സജീവമായി നിലനിർത്താനായിട്ട് റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. പഠിച്ചതൊന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സാമുകളും ഉണ്ടാവും. അങ്ങനെ അടുത്ത LDC എക്സാം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പെർഫെക്റ്റ് പ്ലാനോട് തന്നെയാണ് നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ആരൊക്കെയാണ് ഈ ബാച്ചിലെ അധ്യാപകർ? ഹിസ്റ്ററി വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനായി അനത് സാറ്, അരുൺ സാറ്, രജിത് സാർ ഉണ്ടാവും. എക്കണോമിക്സും അരുൺ സാർ തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക. അതുപോലെ ജോഗ്രഫിയും IT കൈകാര്യം ചെയ്യുന്നത് എബിൻ സാറാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ, കേരള ഗവേണൻസ്, ഇമ്പോർട്ടന്റ് ആക്ട്സ്, ഇത് 3 പഠിപ്പിക്കാനായി അനന്തു സാർ ഉണ്ടാവും. അതുപോലെ കലാ, സാഹിത്യം, സംസ്കാരം, കായികം, അതോടൊപ്പം കറണ്ട് അഫയേഴ്സ്, ഇത്രയും പഠിപ്പിക്കുന്നത് പ്രമോദ് സാർ ആയിരിക്കും. സയൻസിലേക്ക് വരുമ്പോൾ ഫിസിക്സിന് ശ്രീരാജ് സാറ്, കെമിസ്ട്രിക്ക് ദീപിക മിസ്, ബയോളജിക്ക് ദിലീപ് സാറ്, ഇങ്ങനെ ഒരു സെറ്റ് ടീം തന്നെ നമ്മളുടെ കയ്യിലുണ്ട്. മാത്സിന് ഞാനും വിഷ്ണു സാറുമായിരിക്കും ഈ ബാച്ചിലുള്ളത്. അതുപോലെ ഇംഗ്ലീഷിന് സാവ്യോണ മിസ്സും, മലയാളത്തിന് വിഷ്ണു സാറും. ഇവർക്കൊക്കെ പുറമെ ഇനിയും അധ്യാപകർ ഈ ബാച്ചിലൂടെ നിങ്ങളുടെ ഇടയിലേക്ക് വരും. ക്ലാസ്സുകൾ എങ്ങനെയാണ്? ഡെയിലി എത്ര ക്ലാസ്സുകൾ? ഡെയിലി 3 ക്ലാസ്സുകൾ വീതമാണ് ഈ ബാച്ചിലുള്ളത്. രാവിലെ 11 മണി, ഉച്ചയ്ക്ക് 2 മണി, വൈകുന്നേരം 8 മണി. അങ്ങനെ ഞായറാഴ്ച ഒഴിച്ച് ബാക്കി 6 ദിവസവും, തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയും നിങ്ങൾക്ക് ഈ ബാച്ചിൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. എല്ലാ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളായിരിക്കും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ലൈവായിട്ട് ആ ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിൽ, ക്ലാസ് കഴിഞ്ഞ് 2 മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് ആ ക്ലാസ്സിന്റെ റെക്കോർഡഡ് വേർഷനും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ലൈവായിട്ട് തന്നെ ക്ലാസ് കണ്ടു തീർക്കാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ സാധിക്കാത്ത ഒരാളാണെങ്കിൽ റെക്കോർഡർ കണ്ടു തീർത്ത് നിങ്ങൾക്ക് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി SCRTയിലെ ഫാക്ട്സും കൂടെ ഇൻക്ലൂഡഡ് ആണോ ഈ ബാച്ചിലെന്ന് നിങ്ങൾക്ക് തോന്നാം. ഓരോ അധ്യാപകരും ഓരോ ടോപ്പിക്കുകളും തീർക്കുന്നത് ആ ടോപ്പിക്കിൽ നിന്നുള്ള SCRT ഫാക്ട്സ് എന്തൊക്കെയാണോ
അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും. ഇപ്പം നമ്മുടെ ആപ്പിൽ 10th പ്രിലിംസിന്റെ ഒരു ഫ്രീ കോഴ്സ് നടക്കുന്നുണ്ട്. ആ കോഴ്സിൽ ചേർന്ന് പഠിക്കുന്നവർക്ക് ഈ LDCയുടെ ബാച്ച് ഫോളോ ചെയ്യാൻ കഴിയില്ലേ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ സാവകാശം മുന്നോട്ട് പോകുന്ന ബാച്ചാണ് ഈ LDCയുടെ. ഈ വരുന്ന ജൂലൈ ആദ്യത്തെ ആഴ്ച കൊണ്ട് നമ്മൾ ഈ 10th പ്രിലിംസിന്റെ ഫ്രീ ബാച്ചിലുള്ള മുഴുവൻ സിലബസും കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ LDCയുടെ ഈ ബാച്ചിൽ ജൂലൈ ആദ്യത്തെ ആഴ്ച വരെ 2 ക്ലാസ്സുകൾ വീതം മാത്രമാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ജൂലൈ ആദ്യത്തെ ആഴ്ച കൊണ്ട് 10th പ്രിലിംസിന്റെ ബാച്ച് ക്ലോസ് ആവുമ്പോൾ, സിലബസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിനുശേഷം പതിവ് പോലെ തന്നെ 3 ക്ലാസ്സുകൾ ഇതിൽ ഇടാം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി 10th പ്രിലിംസിന്റെ ബാച്ചിന്റെ സമയത്തിലല്ല ഈ LDCയുടെ ബാച്ചിലെ ക്ലാസ്സുകളും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ബാച്ചുകളും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ക്ലാസ്സുകൾ നോക്കിയിട്ട് ഏത് വേണം ഏത് വേണ്ട എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും എന്ന് തന്നെ കരുതുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, വളരെ സാവകാശം പോകുന്ന ബാച്ചാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിരിക്കും. ഈ ബാച്ചിലെ പരീക്ഷകൾ എങ്ങനെയൊക്കെയാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണിത്. നമ്മളൊരു മത്സര പരീക്ഷയ്ക്കാണ് പഠിക്കുന്നതെങ്കിൽ സിലബസ് കംപ്ലീഷനോടൊപ്പം ക്ലാസ് കണ്ടു തീർക്കുന്നതോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ് പരീക്ഷകൾ എന്ന് പറയുന്നത്. എത്രത്തോളം നിങ്ങൾ പരീക്ഷ എഴുതുന്നോ അത്രത്തോളം നിങ്ങൾ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് സജ്ജരായിക്കൊണ്ടിരിക്കും എന്നതാണ് സത്യം. അപ്പൊ ട്രിക്ടൺ മുന്നോട്ട് വെക്കുന്ന എല്ലാ കോഴ്സുകളിലും ക്ലാസ്സിനോടൊപ്പം തന്നെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് പരീക്ഷകൾ. നമ്മുടെ പരീക്ഷകളെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഒന്ന്, വീക്ക്ലി റിവിഷൻ എക്സാമുകൾ. അതായത് ഒരാഴ്ച നമ്മൾ എന്ത് പഠിച്ചോ അതിനെ ഏറ്റവും വൃത്തിയായി റിവിഷൻ ചെയ്യാനായിട്ട് വീക്ക്ലി റിവിഷൻ എക്സാം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ തിങ്കൾ മുതൽ ശനി വരെ 6 ദിവസമാണ്. ഒരു ദിവസം 3 ക്ലാസ് വീതം, മൊത്തം 18 ക്ലാസ്സുകളാണ് ഉള്ളത് എന്നിരിക്കട്ടെ. ആ 18 ക്ലാസ്സുകളിൽ നിങ്ങൾ എന്ത് പഠിച്ചോ അതിനെ ബേസ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിലുള്ള റിവിഷൻ എക്സാം നമ്മൾ എപ്പോഴും എഴുതിയിരിക്കും. എല്ലാ ആഴ്ചയിലും അതുണ്ടാവും. ഇത് കൂടാതെ എല്ലാ ആഴ്ചയിലും ഒരു മോഡൽ എക്സാം ഉണ്ടാവും. എങ്ങനെയാണോ ഒരു LD എക്സാം നടക്കാനായിട്ട് പോകുന്നത് അതേ പാറ്റേണിൽ അതേ മാർക്ക് ഡിവിഷൻ ഒക്കെ വെച്ച് നമ്മൾ എല്ലാ ആഴ്ചയിലും ഒരു മോഡൽ എക്സാം എഴുതും. നിർബന്ധമായും അത് എഴുതിയിരിക്കണം. എക്സാം എഴുതിയതിനു ശേഷം നിങ്ങൾ ഈ ബാച്ചിൽ എവിടെ നിൽക്കുന്നു, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, എത്ര നെഗറ്റീവ് ആയി, ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടും അറിയാനായിട്ട് പറ്റും. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ മോഡൽ എക്സാമിന്റെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഈ 3 വിഷയങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സൊല്യൂഷൻസും നിങ്ങൾക്ക് ഈ ബാച്ചിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന്റെ ചോദ്യങ്ങൾ കാണുന്നു. അതിൽ നിങ്ങൾക്ക് അറിയാത്തത് ഏതാണോ അത് മാത്രം ഈ വീഡിയോ സൊല്യൂഷൻസ് കണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ ടോപ്പിക് ടെസ്റ്റുകൾ ഉണ്ടാവും. ഓരോ അധ്യാപകരും ഓരോ ടോപ്പിക്ക് തീരുന്നതിന്റെ പിറ്റേ ദിവസം നമ്മുടെ ആപ്പിൽ ടോപ്പിക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഞാനൊരു 5 or 6 ക്ലാസ് കൊണ്ട് തീർത്തു വന്നിരിക്കട്ടെ. അതിന്റെ തൊട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തു പഠിച്ചോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ടോപ്പിക്ക് വൃത്തിയായി പഠിച്ചതിനു ശേഷം അതിന്റെ ടോപ്പിക് ടെസ്റ്റ് കൂടെ എഴുതുമ്പോൾ നല്ല രീതിയിൽ ആ ടോപ്പിക്ക് നിങ്ങളുടെ മൈൻഡിലേക്ക് പഠിച്ചു മാറും. ഇത് കൂടാതെ PYQ എക്സാമുകൾ ഉണ്ടാവും. അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്ന LD ലെവൽ എക്സാമുകൾ ഏതൊക്കെയാണോ ആ എക്സാമുകൾ തന്നെ നിങ്ങളെ കൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ എഴുതിപ്പിച്ചു നോക്കുന്നു. കഴിഞ്ഞിട്ടുള്ള എക്സാമുകൾ ഇനിയുണ്ട്. നിങ്ങൾക്ക് ഓരോ ദിവസവും ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് തരുന്നു. അങ്ങനെ ആ കറണ്ട് അഫയേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മന്ത്ലി കറണ്ട് അഫയേഴ്സ് എക്സാമും നമ്മൾ നടത്തും. ഇപ്പോൾ ജൂലൈ മാസത്തെ ഡെയിലി ഉള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് തരുന്നു. ജൂലൈ മാസം അങ്ങോട്ട് കഴിയുമ്പോൾ ഒരു ഓഗസ്റ്റ് മാസത്തിലെ ഫസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്കിന് നിങ്ങൾ കഴിഞ്ഞ മാസത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെ പഠിച്ചോ അതിനെ ബേസ് ചെയ്ത് ഒരു റിവിഷൻ എക്സാം എന്ന രീതിയിൽ നിങ്ങൾക്കൊരു കറണ്ട് അഫയേഴ്സ് എക്സാം എഴുതാനായിട്ട് പറ്റും. അപ്പോൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് എക്സാം ഉണ്ടാവും. ഇത് കൂടാതെ നമ്മുടെ LDCയുടെ മുഴുവൻ സിലബസിനെ നമ്മളൊരു 10 മൊഡ്യൂളുകളാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 മൊഡ്യൂളുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മൊഡ്യൂൾ എക്സാമുകൾ ഉണ്ടാവും. അതായത് അതുവരെ നിങ്ങൾ സിലബസിൽ എന്തോരം തീർത്തോ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് ആ മൊഡ്യൂൾ എക്സാമുകളിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. കൂടാതെ SCRT എക്സാമുകളും ഉണ്ടാവും. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, ഒരു അധ്യാപകൻ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ
ആ പാഠഭാഗത്തു നിന്നുള്ള SCRTയും കൂടെ നിങ്ങളെ വൃത്തിയായി പഠിപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോവുക. ഒരു 4-5 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഒരുവിധം ടോപ്പിക്കുകളുടെയൊക്കെ SCRT പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ SCRTയുടെ നിങ്ങൾ ഇതുവരെ തീർത്ത ടോപ്പിക്കുകളുണ്ടല്ലോ, ഓരോ അധ്യാപകരും പഠിപ്പിച്ചു തീർത്തത്, അതിന്റെ പാഠഭാഗം നിങ്ങളുടെ അടുത്തൊന്ന് നോക്കി വെക്കാനായിട്ട് പറയും. നിങ്ങൾക്കത് നോക്കാനായിട്ട് ഒരു PDF കൂടെ തരും. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള SCRT എക്സാമുകളും കൂടെ നമ്മൾ നടത്തും. അപ്പോ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, വീക്കിലി റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും, മോഡൽ എക്സാമുകൾ ഉണ്ടാവും, PYQ എക്സാമുകൾ ഉണ്ടാവും, ടോപ്പിക് ടെസ്റ്റുകൾ ഉണ്ടാവും, കറണ്ട് അഫയേഴ്സിന്റെ മന്ത്ലി എക്സാം ഉണ്ടാവും, നിങ്ങൾക്ക് ഓവറോൾ റിവിഷൻ ചെയ്യാനായിട്ട് മൊഡ്യൂൾ എക്സാമുകൾ ഉണ്ടാവും. ഒരു 4-5 മാസങ്ങൾക്ക് ശേഷം ഒരുവിധം കണ്ടന്റുകളുടെയൊക്കെ SCRT പാഠഭാഗം നമ്മൾ തീർത്തതിന് ശേഷം SCRT എക്സാമുകളും കൂടെ ഇതിന്റെ ഭാഗമായിരിക്കും. അപ്പോൾ ക്ലാസ്സുകളോടൊപ്പം തന്നെ നമ്മൾ ഈ എക്സാമുകൾക്കും പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു ബാച്ച് ആയിരിക്കും ഇത്. അപ്പൊ ഈ ബാച്ചിലുള്ളവര് കൃത്യമായി പാഠഭാഗങ്ങൾ പഠിച്ച് എക്സാമുകൾ വൃത്തിയായി എഴുതി കൃത്യമായ ഒരു പ്ലാനിങ്ങോടെ മുന്നോട്ട് പോകുന്നവരായിരിക്കും LDCക്ക് വേണ്ടി. പ്രിന്റ് എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള PDF-കൾ ഈ ബാച്ചിലൂടെ തരുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു ക്ലാസ് കഴിയുമ്പോൾ ആ ക്ലാസ്സിൽ അധ്യാപകൻ എന്താണോ പഠിപ്പിച്ചത്, എന്താണോ നിങ്ങൾ കണ്ട സ്ലൈഡ്, ആ സ്ലൈഡിന്റെ PDF അനോട്ട് ചെയ്തതും അനോട്ട് ചെയ്യാത്തതും ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് കൂടാതെ വൺസ് ഒരു ടോപ്പിക് ഒരു അധ്യാപകൻ തീർക്കുമ്പോൾ ആ ടോപ്പിക്കിൽ നിങ്ങൾ എന്തു പഠിച്ചോ അത് മുഴുവൻ ഒരുമിച്ചാക്കി പ്രിന്റ് എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു PDF നിങ്ങൾക്ക് ലഭിക്കും ഈ ആപ്പിലൂടെ. ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പൊ ബലം എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരു അധ്യാപകൻ 3 ക്ലാസ്സുകൾ കൊണ്ടാണ് തീർക്കുന്നത് എന്നിരിക്കട്ടെ. ഇപ്പൊ 3 ക്ലാസ് കഴിയുമ്പോൾ ആ ടോപ്പിക്ക് തീരുമ്പോൾ അധ്യാപകൻ ആ ക്ലാസ്സിൽ നിങ്ങളെ എന്തൊക്കെ പഠിപ്പിച്ചോ, ഒരു LD എക്സാമിന് വേണ്ടിയിട്ട് ബലം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ പഠിക്കണോ അത് മുഴുവൻ പ്രിന്റബിൾ ആയിട്ടുള്ള ഒരു PDF ആക്കി ഈ ബാച്ചിൽ നമ്മൾ തരുന്നതായിരിക്കും. ഈ ബാച്ചിൽ ഞങ്ങൾക്കൊരു മെന്റർ ഉണ്ടോ? നമ്മുടെ ഈ LDC ബാച്ചിന് വേണ്ടിയിട്ട് ഈ യാത്രയിൽ നമ്മളോടൊപ്പം നിങ്ങളോടൊപ്പം ഒരു മെന്റർ ഡെഡിക്കേറ്റഡ് ആയി എപ്പോഴും കൂടെ ഉണ്ടാവും. നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഈ ബാച്ചിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഒരു ടെലിഗ്രാം ചാനൽ ആരംഭിക്കും. ആ ടെലിഗ്രാം ചാനൽ പൂർണ്ണമായും, അതായത് ഇനിയുള്ള നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും ഈ മെന്റർ ആയിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേണുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തോട് പറയാനായിട്ട് പറ്റും. അദ്ദേഹത്തിന് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് പറയാനായിട്ട് പറ്റും. തീർക്കാൻ പറ്റുന്ന കൺസേണുകളാണെങ്കിൽ അദ്ദേഹം ഞങ്ങളോട് ഡിസ്കസ് ചെയ്ത് ഏറ്റവും വേഗത്തിൽ തീർത്തു തരുന്നതായിരിക്കും. അപ്പോ ബാച്ച് തുടങ്ങിയതിന് ശേഷം നമ്മൾ നിങ്ങളെ എല്ലാവരെയും ഒരു ടെലിഗ്രാം ചാനലിൽ ആഡ് ചെയ്യും. ക്ലാസിന്റെ ടൈം ടേബിളുകൾ അതിനകത്തിൽ വരും, ഓരോ ദിവസത്തെയും. അതുപോലെ തന്നെ പരീക്ഷകൾ നടത്തുന്നതിന് മുമ്പ് മെന്റർ വന്ന് ആ ടെലിഗ്രാം ചാനലിൽ നിങ്ങളോട് പറയും, ഇപ്പോൾ ഈ സമയത്ത് പരീക്ഷയുണ്ട്, നിങ്ങൾ നിർബന്ധമായും എഴുതി നോക്കണമെന്ന്. അതായത് നമ്മൾ എന്തൊക്കെ ഈ ബാച്ചിൽ ചെയ്യുന്നുണ്ടോ അത് മുഴുവൻ ഈ ടെലിഗ്രാം ചാനലിലൂടെ മെന്റർ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അയാളോട് പറയാം. നോട്ടുകൾ വരാൻ ലേറ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ക്ലാസ്സിൽ കുറച്ച് പോരായ്മകളുണ്ട്, അല്ലെങ്കിൽ മുന്നോട്ട് പോയപ്പോൾ എനിക്ക് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, എൻ്റെ പഠനത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി, ഇനി ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെ നിങ്ങൾക്ക് ജനറിക് ആയിട്ടുള്ള കുറെ ഡൗട്ടുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ മെന്റർ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഓരോ സംശയങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും അയാൾ തീർച്ചയായും നിങ്ങളോട് അഡ്രസ്സ് ചെയ്തിരിക്കും. ഇതിനൊക്കെ പുറമെ ഈ ബാച്ചിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ മാസവും നമ്മൾ ഒരു മോട്ടിവേഷണൽ സെഷനും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ബാച്ചിൽ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പഠനം എങ്ങും എത്തുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്നൊക്കെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവാം, പല ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാം. ആ ചോദ്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റിലീഫായിട്ട് എല്ലാ മാസവും ഒരു മോട്ടിവേഷൻ സെഷൻ ഉണ്ടാവും. ആ മോട്ടിവേഷൻ സെഷനിൽ ചിലപ്പോൾ പുറത്തുനിന്നുള്ള ആളുകളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ അധ്യാപകരെല്ലാം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാനായിട്ട് ആ ഒരു സെഷനിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇത്രയും നേരം നമ്മൾ ഈ ബാച്ചിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും കുറെ പോസിറ്റീവുകളുമാണ് പറഞ്ഞത്. ഇനി ഞാൻ നിങ്ങൾ പറഞ്ഞ കുറച്ച് നെഗറ്റീവുകളും കൂടെ പറയാം. ഒന്ന്, നമ്മുടെ 10th പ്രിലിംസ് ബാച്ച് ഫോളോ ചെയ്യുന്ന കുറെ പേര് പറയുന്ന ഒരു കാര്യമാണ് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്ന്. അത് നമ്മുടെ ആദ്യത്തെ ബാച്ച് ആയതുകൊണ്ടും ഒരു ഫ്രീ ബാച്ച് ആയതുകൊണ്ടുമാണ് അങ്ങനെ. ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്ന എല്ലാ ബാച്ചിലും, ഈ LDC ബാച്ച് മുതൽ ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്ന എല്ലാ ബാച്ചിലും
വീഡിയോ നിങ്ങൾക്ക് അവിടെ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. 2, PDF ഡൗൺലോഡ് ചെയ്താൽ അവിടുന്ന് തന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇപ്പം നമ്മുടെ 10th പ്രിലിംസ് ബാച്ചിൽ PDF ഡൗൺലോഡ് ചെയ്താൽ അത് മൈ ഡൗൺലോഡ്സിൽ പോയി കിടക്കും. അവിടെ നിന്ന് നിങ്ങൾക്കത് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഇത് ഡയറക്റ്റ് ഇനി മുതലുള്ള എല്ലാ ബാച്ചിലും ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റിയിരിക്കും. അതായത് നമ്മുടെ മെറ്റീരിയൽസിൻ്റെ അകത്തിൽ PDF കാണും. ആ PDF നിങ്ങൾക്ക് അവിടെ തന്നെ ഡൗൺലോഡ് ചെയ്യാം. ആ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഷെയർ ചെയ്യാനും പറ്റും. 3, നമ്മൾ ക്ലാസ് കാണുമ്പോൾ കുറേ നെറ്റ് തീർന്നു പോകുന്നു. ക്ലാസിന്റെ ക്വാളിറ്റി കുറച്ച് കാണാനായിട്ട് പറ്റുമോ? ഇപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഏറ്റവും ക്വാളിറ്റി കുറച്ച് വരെ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളിലും ഏറ്റവും ക്വാളിറ്റി കുറച്ചിട്ട് വരെ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ പറഞ്ഞ 3 കൺസേണുകൾ നമ്മൾ ഓൾറെഡി ഈ പെയ്ഡ് ബാച്ചിൽ തീർക്കും. ക്ലാസ്സുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും, PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, അതോടൊപ്പം തന്നെ ക്ലാസിന്റെ ക്വാളിറ്റി കുറച്ചിട്ട് കണ്ട് നെറ്റും ലാഭിക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ പറഞ്ഞതിൽ എനിക്ക് ചെയ്തു തരാൻ പറ്റാത്ത 2 കാര്യങ്ങളുണ്ട്. 1, ഓരോ ക്ലാസ് കഴിയുമ്പോൾ ടിക്ക് കാണിക്കുമോ അല്ലെങ്കിൽ തീർത്ത ക്ലാസ്സിന് ഒരു ടിക്ക് മാർക്ക് നൽകുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇത് താരതമ്യേന പുതിയൊരു ആപ്പാണ്. ചിലപ്പോൾ മേ ബി കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് വരാമായിരിക്കാം. ഇപ്പം നിലവിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ അത് പോസ് ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവത്തില്ല. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ വലുതാവുമ്പോൾ ആ സൗകര്യം കൂടെ തരാം. നിലവിൽ നമുക്കിപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇല്ല. അപ്പോൾ ഇതുവരെയുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും കൺസേണുകളും ഒക്കെ ഞാൻ അഡ്രസ്സ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. പിന്നെയുള്ള കുറേ കമന്റുകൾ എങ്ങനെയാണ് കോഴ്സ് എടുക്കുക എന്നാണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് TRIG_TURN എന്ന് സെർച്ച് ചെയ്താൽ ട്രിക്ടേണിന്റെ ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതുവഴി നമുക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ആ ആപ്ലിക്കേഷന്റെ തുടക്കത്തിൽ തന്നെ ഈ കോഴ്സ് കിടപ്പുണ്ട്, പർച്ചേസ് ചെയ്യാം. ഇനി നിങ്ങൾ ആപ്പിൾ സ്റ്റോർ വഴിയാണ് കയറുന്നതെങ്കിൽ അവിടെ ClassPlus എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ClassPlus ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കോഡ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് കാണും. അതിൽ ഈ കാണുന്ന കോഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുവഴി നിങ്ങൾക്ക് നമ്മുടെ ട്രിക്ടേൺ എന്ന ആപ്ലിക്കേഷനിലേക്ക് കയറാൻ പറ്റും, കോഴ്സ് എടുക്കാനും പറ്റും. നമ്മുടെ LDC Ultra 2027 എന്ന ഈ ബാച്ചിൽ വളരെ ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇനി ഒരു പക്ഷേ നമ്മൾ അടുത്ത LDC ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വരുന്നതിനോട് അടുപ്പിച്ചായിരിക്കും. അപ്പോൾ ഈ ബാച്ചിലുള്ളവരൊക്കെ നോട്ടിഫിക്കേഷൻ വന്ന് പഠിച്ചു തുടങ്ങാനിരിക്കുന്നവനേക്കാളും ബഹുദൂരം മുന്നിലായിരിക്കും. അപ്പോൾ ഏറ്റവും വേഗത്തിൽ ഈ കോഴ്സിൽ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, കൃത്യം 10 മാസം കൊണ്ട് LDCയുടെ മുഴുവൻ സിലബസ് PSC ഫീൽഡിലെ മികച്ച അധ്യാപകർ നിങ്ങൾക്ക് തീർത്തു തരുന്നു. 2 മാസം കൊണ്ട് തീവ്രമായ റിവിഷനും തരുന്നു. ഇവയ്ക്ക് പുറമെ ഞാൻ മുമ്പേ പറഞ്ഞ വിവിധ രീതിയിലുള്ള പരീക്ഷകൾ, നിങ്ങളോടൊപ്പം നടക്കാൻ ഒരു മെന്റർ, നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ എപ്പോൾ ഡൗൺ ആവുന്നോ നിങ്ങളെ കുറച്ചുകൂടെ വേഗത്തിൽ പുഷ് ചെയ്യാൻ മോട്ടിവേഷൻ ക്ലാസ്സുകൾ, ഇതൊക്കെയാണ് ഈ ബാച്ചിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനായിട്ട് പോകുന്നത്. ഒരു അവകാശവാദവും പറയാനില്ല. ഞാൻ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞ കാര്യങ്ങൾ അത്രയും കൃത്യസമയത്ത് തീർക്കും എന്നൊരു ഉറപ്പ് മാത്രം തരുന്നു. നമ്മുടെ ആദ്യത്തെ പെയ്ഡ് കോഴ്സാണ്. വളരെ പ്രതീക്ഷയോടെ ട്രിക്ടേണും ഞാനും ഒക്കെ നോക്കിക്കാണുന്ന ഒരു ബാച്ചാണിത്. അടുത്ത LDയുടെ റിസൾട്ട് വരുമ്പോൾ ഒരുപാട് പേർക്ക് ഇതിൽ നിന്ന് നല്ല റാങ്ക് കിട്ടി എന്ന് പറയാൻ സാധിക്കട്ടെ. നിങ്ങളുടെ PSC സ്വപ്നങ്ങൾക്ക് ഈ ബാച്ചിലൂടെ ചിറക് മുളയ്ക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ചെറു